നമസ്കാരം. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചുങ്ക ജ്വല്ലറി ലേഡീസ് അവറിന്റെ ഇന്നത്തെ ഈ വർണ്ണാഭമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറയും. ശരിക്കും ഇദ്ദേഹത്തിന്റെ സംസാര ശൈലി ഒരുവിധം എല്ലാ കലാകാർക്കും, എല്ലാ മിമിക്രിക്കാർക്കും ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. കാരണം കലാകാർക്ക് മരണമില്ല എന്ന് പറയുന്ന ഒരു രീതിയെ അനർത്ഥമാക്കുന്ന അഭിനയ സാക്ഷാത്കാരമായ തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ 22ാം ചരമവാർഷിക ദിനമാണെന്ന്. അപ്പോൾ മലയാളത്തിന് ആദ്യമായി ഒരു സൂപ്പർ താരം എന്നുള്ള ആ ഒരു പദവിയിലേക്ക് എത്തിയ തിക്കുറിശ്ശി സുകുമാരൻ നായരെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. 500ഓളം സിനിമകളിൽ അഭിനയിക്കുകയും 250ഓളം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത വളരെ പ്രശസ്തനായ പ്രഗത്ഭനായ ഒരു ചലച്ചിത്ര താരം. കേവലം ചലച്ചിത്ര താരം എന്നുള്ള ഒരു ലേബലിൽ മാത്രം ഒതുക്കാൻ പറ്റാത്ത ഒരു താരമാണ് ഇദ്ദേഹം. കാരണം നാടകരചയിതാവ്, തീർച്ചയായിട്ടും സംവിധായകനായും അഭിനേതാവായും കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഗാനരചയിതാവ്, ഗായകൻ എന്നിങ്ങനെ സിനിമയുടെ സമസ്ത മേഖലകളിലും കൈവച്ച ഒരു ചലച്ചിത്ര താരമായിരുന്നു തിക്കുറിശ്ശി സുകുമാരൻ നായർ. നാടകവും അദ്ദേഹം നാടകത്തിലൂടെ വന്ന ശരിക്കും നാടകവേദിയെ മലയാളത്തിന്റെ നാടകവേദിയെ റെവല്യൂഷനൈസ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹം സിനിമയിലേക്ക് കടന്നത്. അന്നേ വരെ മലയാള നാടകങ്ങളിൽ എല്ലാം ഒരു തമിഴ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അതായത് എല്ലാത്തിലും പാട്ടിന്റെ ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹാർമോണിയക്കാരൻ ഇരുന്ന് കർട്ടന് മുന്നേ ഇരുന്ന് പാട്ട് പാടുന്നു, എന്നിട്ട് കർട്ടൻ വീഴുന്നു, അതിനനുസരിച്ച് നായകൻ വരുന്നു. നായകനും ഹാർമോണിയം വായിക്കുന്ന ആളുമായിട്ട് ഒരു മത്സരമാണ്. അങ്ങനെയാണ് ശരിക്കും നാടകം അന്നത്തെ കാലത്ത് തുടങ്ങിയിരുന്നത്. എന്നാൽ തിക്കുറിശ്ശി സുകുമാരൻ നായരുടെ ആദ്യത്തെ നാടകമായ സ്ത്രീയിൽ ഈ ഹാർമോണിയക്കാരനെ സ്റ്റേജിന് പിന്നിലേക്ക് കൊണ്ടുപോവുകയും അത് ശരിക്കും ഒരു വലിയ ഒരു റെവല്യൂഷൻ. അതിനുശേഷം പിന്നീടുള്ള നാടകങ്ങൾ സംഭാഷണപൂരിതമായിരുന്നു. അതെ, തീർച്ചയായിട്ടും സംഭാഷണത്തിന് പ്രാധാന്യം നൽകുകയും സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കൊണ്ടുവരികയും ചെയ്തത് അങ്ങനെ മലയാളത്തിന്റെ നാടകരംഗത്തെ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് വഴിതെളിച്ചത് തിക്കുറിശ്ശി സുകുമാരൻ നായരായിരുന്നു. അതുപോലെ തന്നെ അത്തരം സിനിമകൾ അല്ലെങ്കിൽ അത്തരം പ്രമേയങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹം സിനിമകളിലേക്ക് കൊണ്ടുവന്നിരുന്നത്. 1950 കാലഘട്ടങ്ങളിൽ അദ്ദേഹം കൊണ്ടുവന്ന സിനിമകൾ, അതായത് സ്ത്രീ അടക്കമുള്ള പല നാടകങ്ങളുമാണ് അദ്ദേഹം സിനിമയിലേക്ക് രൂപാന്തരപ്പെടുത്തിയത്. അപ്പോൾ അതെല്ലാം എന്ന് പറയുന്നത് വളരെ ആളുകൾ സ്വീകരിക്കപ്പെട്ട നാടകങ്ങളായിരുന്നു. അതുപോലെ തന്നെയുള്ള സ്വീകരണം സിനിമകൾക്കും ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, തിക്കുറിശ്ശി സുകുമാരൻ നായർ സിനിമയിലേക്ക് വരുമ്പോൾ 1950 സിനിമയിലേക്ക് വരുമ്പോൾ ആകെ 10 സിനിമകളെ അന്ന് നമ്മുടെ മലയാളത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 10ഓളം സിനിമകളിലെ സംവിധാനം അല്ലെങ്കിൽ സിനിമാ രംഗം എന്ന് പറയുന്നത് 10ഓളം സിനിമകളിൽ ചുരുങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തിൽ സിനിമാ രംഗത്തേക്ക് അല്ലെങ്കിൽ സംവിധാന രംഗത്തേക്ക് അല്ലെങ്കിൽ അഭിനയ രംഗത്തേക്ക് കടന്നു വരികയും തുടർന്ന് മലയാളത്തിന്റെ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒരു താരമായി മാറുകയും ചെയ്ത തിക്കുറിശ്ശി സുകുമാരൻ നായരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യ സെഗ്മെന്റിന് ശേഷം മടങ്ങി വരാം. നമസ്കാരം, ബ്യൂട്ടി സ്പോട്ട് സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനംകോട് പൂഴിക്കുന്ന് ചമയം ബ്യൂട്ടി പാർലറിലാണ്. നമുക്ക് പരിചയപ്പെടാം. നിമ്മി പ്രദീപ് ചേച്ചി, സ്വാഗതം. ഇന്ന് നമ്മൾ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? ബ്രൈഡൽ മേക്കപ്പിന്റെയാണ്. ഫേസ് മാത്രമാണ് ഒന്ന് ജസ്റ്റ് കാണിക്കുന്നത്. മേക്കപ്പാണ്. പിമ്പിൾസ് ഒക്കെ ഉണ്ട്, ഇപ്പം നോർമലായിട്ടിരിക്കുകയാണ് ഫേസ്. ആദ്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്ലെൻസ് ചെയ്ത് വെച്ചൊക്കെയാണ്. അപ്പം അടുത്തിന് മോയ്സ്ചറൈസിങ് ക്രീം ഇവിടെയാണ്. ഇത് ഏത് ടൈപ്പ് സ്കിന്നാണ് ഈ കുട്ടിക്കുള്ളത്? ഇത് വന്നിട്ട് ഓയിലി അല്ല, ചെറിയ ഓയിലി ഉണ്ട്, എന്നാൽ വലിയ കുഴപ്പമില്ലാത്തൊരു സ്കിന്നാണ്. പക്ഷേ പിമ്പിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട്, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മോയ്സ്ചറൈസിങ് ഉപയോഗിക്കാവൂ. കാരണം മോയ്സ്ചറൈസിങ് ഉപയോഗിക്കുമ്പോൾ ചിലർ എണ്ണമയം പോലെ കാണും. എന്നാലും വേണം ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട്. പ്രൈമർ. ഇത് വന്നിട്ട് നമ്മുടെ മേക്കപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനും വിയർക്കുന്നതിനൊക്കെ നല്ലതാണ്. ഇരിക്കാനും ഒക്കെ ഈ പ്രൈമർ കുറച്ച് യൂസ് ചെയ്താൽ കുറച്ച് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. ലൈറ്റ് മേക്കപ്പാണ്. ലൈറ്റ് മേക്കപ്പ് എന്ന് പറയുമ്പോൾ അത് ചെറുതായിട്ട് ചെയ്തിരുന്നാലും ഇത് നന്നായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. കളർ അനുസരിച്ചാണ് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം ഞാൻ വന്നിട്ട് ഇതിപ്പോൾ പിമ്പിൾസ് ഉള്ളതുകൊണ്ട് ഓറഞ്ചും
യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് പുള്ളിക്കാരി വന്നിട്ട് കുറച്ച് ഫെയറാണ് കുട്ടി. അപ്പോൾ നമ്മൾ അത്രയും ഫെയർ ആയിട്ടുള്ളത് ഇടുമ്പം കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ കുറച്ച് ഡാർക്കും ഫെയറും കൂടെ മിക്സ് ചെയ്ത് ചെയ്യണം. നമ്മളിപ്പോൾ ഡാർക്കും ഫെയറും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാണ്. ഫേസിൽ ഇടുമ്പോൾ തന്നെ അറിയുന്നില്ല ശരിക്കും. മറ്റുള്ള ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ ഒരുപാട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. പക്ഷേ ഇത് നമ്മൾ ഇട്ടാൽ പോലും ഫേസിൽ അറിയുന്നില്ല. എന്നാൽ നമുക്ക് ക്യാമറയ്ക്കൊക്കെ നല്ല അട്രാക്റ്റ് ചെയ്ത് നിൽക്കും. ജസ്റ്റ് നമ്മൾ കോമ്പാക്റ്റ് കൊടുക്കുകയാണ്. കോമ്പാക്റ്റ് സ്പോഞ്ച് കൊണ്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, ബ്രഷ് കൊണ്ട് ഉപയോഗിക്കുന്നതിനേക്കാളും. അപ്പോൾ കുറച്ചുകൂടെ ഫിനിഷിങ് കിട്ടും. ബ്രഷ് വെച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഐബ്രോ ഇതിപ്പോൾ നല്ല ബ്ലാക്ക് ഐബ്രോ ആണ്. ഒന്ന് ലൈറ്റായിട്ട് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. മേക്കപ്പിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത് നിൽക്കുന്നത് ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ടാവും. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ ഐ മേക്കപ്പ് അത്ര, നോർത്ത് ഇന്ത്യനാണ് കൂടുതലും ഐ മേക്കപ്പിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. നമ്മുടെ ഇവിടെ നോർമൽ ഐ മേക്കപ്പാണ് ഇഷ്ടം എല്ലാവർക്കും. ഈ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന്. മോഡലിങ്ങിന് ചെയ്യുമ്പോൾ കൂടുതലും സ്മോക്കി ഐസാണ് ചെയ്യുന്നത് അവർ. അപ്പോൾ അത് കുറച്ച് ഈ ബ്ലാക്ക് ഷെയ്ഡൊക്കെ കൂടുതൽ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. മറ്റേ ബ്രൈഡ്സിന് അങ്ങനെ അധികം ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കാറില്ല. മുസ്ലിം ബ്രൈഡൽസിന് മാത്രമാണ് അങ്ങനെ. ചിലവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും, ഇല്ലാത്തവർക്ക് നോർമലായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ. ലിപ് ലൈനറാണ്.
കണ്ണൊക്കെ നന്നായിട്ട് കുറച്ച് വലിയ കണ്ണാകുമ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഐലാഷ് യൂസ് ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ മസ്കാര യൂസ് ചെയ്യാമല്ലോ. മസ്കാര യൂസ് ചെയ്യാം. അത് ഒത്തിരി കൺപീലിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് മസ്കാര യൂസ് ചെയ്താൽ മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഐലാഷസ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി കൊടുക്കും, കൺപീല് നന്നായിട്ട് കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും മനോഹരമായൊരു സിമ്പിൾ മേക്കപ്പ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന നിമ്മി ചേച്ചിക്ക് വളരെ നന്ദിയുണ്ട്. താങ്ക്സ്. അടുത്ത മനോഹരമായ ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി.